നമസ്കാരം, ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. പോകാം ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ അതിവേഗത്തിൽ. ഓണത്തിരക്കിലാണ് നാട്. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മലയാളികൾ വർണ്ണാഭമായി ഓണം ആഘോഷിക്കുന്നത്. ആചാരപ്പെരുമയുള്ള പലശനക്കാരും ഒരുങ്ങുകയാണ് പ്രസിദ്ധമായ ഓണത്തല്ലിനായി. പാരമ്പര്യത്തിന്റെ ചട്ടങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഇന്നും നടത്തപ്പെടുന്ന ഓണത്തല്ല് ഒരുപാട് ആരാധകരുള്ള കായികാഭ്യാസ പ്രകടനമാണ്. കഴിഞ്ഞ തവണ പല്ലശനയിലെ ആർപ്പുവിളികൾക്ക് അല്പം ശക്തി കുറവായിരുന്നു. എന്നാൽ ഇക്കുറി ശക്തി ഒട്ടും കുറയ്ക്കാതെ പല്ലശനക്കാർ തല്ലും. തിരുവോണ ദിവസത്തിൽ വിവിധ സമുദായക്കാർ ചേർന്നാണ് ഓണത്തല്ല് നടത്താറ്. 17 ദേശങ്ങളാണ് ഇതിൽ പ്രധാന. വ്രതശുദ്ധിയോടെ ഭസ്മം തൊട്ട് കച്ചകെട്ടി ഓണത്തല്ലിനായി ആളുകൾ കളത്തിലേക്കിറങ്ങുമ്പോൾ കാണികൾ കരഘോഷത്തോടെ അത് അവരുടെ ആഘോഷമാക്കി മാറ്റും. 7 കുടി വിഭാഗക്കാരും 1 കുടി വിഭാഗക്കാരും ദേശക്ഷേത്രങ്ങളിൽ നിന്നും കാരണവന്മാരും ചേരുമ്പോൾ ആർപ്പുവിളിയോടെ ഓണത്തല്ല് നടക്കും. അവിട്ടം ദിനത്തിലാണ് നായർ സമുദായത്തിന്റെ ഓണത്തല്ല് നടക്കുക. പാലക്കാട് ടൗണിൽ സിമന്റുമായി വന്ന ലോറി ചരിഞ്ഞു. ആളപായമില്ല. പാലക്കാട് ടൗണിലെ ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് സമീപം സിവിൽ സ്റ്റേഷൻ റോഡിലാണ് തിങ്കളാഴ്ച ഉച്ചയോടെ അപകടമുണ്ടായത്. കോയമ്പത്തൂരിൽ നിന്നും തൃപ്രയാറിലേക്ക് സിമന്റ് കയറ്റി വന്ന 12 ചക്രമുള്ള ലോറിയാണ് മറിഞ്ഞത്. നിയന്ത്രണം തെറ്റിയ ശേഷം ജലസേചന കനാലിലേക്ക് മറിയുകയായിരുന്നു. ലോറി ഡ്രൈവർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. FCTO നേതൃത്വത്തിൽ നെമ്മാറയിൽ കുടുംബ സംഗമം നടത്തി. FCTO നെമ്മാറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും കുടുംബ സംഗമം നടത്തിയത്. നെമ്മാറ ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിൽ നടത്തിയ കുടുംബ സംഗമം കെ ബാബു MLA ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കൽ, കലാപരിപാടികൾ എന്നിവയും ഉണ്ടായിരുന്നു. സ്വരലയ നേതൃത്വത്തിൽ വർഷം തോറും നടത്തി വരാറുള്ള സ്വരലയ ആർക്കും പാടാമെന്ന കരോക്കെ ഗാനമത്സരത്തിന്റെ ആദ്യ ഓഡിഷൻ പാലക്കാട് ജില്ലാ പബ്ലിക് ലൈബ്രറി ഹാളിൽ നടന്നു. 300-ലധികം മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ വിജയികളാകുന്നവർക്ക് ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റുകളും മൊമന്റോയും നൽകി വരുന്നു. 80 വിദ്യാർത്ഥികൾ ആദ്യ ഓഡിഷനിൽ പങ്കെടുത്തു. 2 ഘട്ടങ്ങളിലായാണ് ഓഡിഷൻ നടക്കുക. സമാപന പരിപാടി രാപ്പാടി ഓഡിറ്റോറിയത്തിൽ നവംബർ മാസത്തിൽ നടക്കും. 11 വയസ്സ് മുതൽ 75 വയസ്സ് വരെയുള്ള ആർക്കും പരിപാടിയിൽ പങ്കെടുക്കാം. ആദിവാസി ഊരുകളെ തടവറകളാക്കുന്ന സർക്കുലർ പിൻവലിക്കണമെന്ന് ആദിവാസി ദളിത് ന്യൂനപക്ഷ വംശഹത്യ പ്രതിരോധ മുന്നണി പാലക്കാട് ജില്ലാ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മാവോയിസ്റ്റുകൾ കോളനികൾ കേന്ദ്രീകരിക്കുന്നുവെന്ന വാദമുയർത്തി കോളനി പ്രവേശനത്തിന് അനുമതി ആവശ്യമാക്കി പട്ടികവർഗ വകുപ്പ് സർക്കുലർ ഇറക്കിയത് ആദിവാസികളുടെ പ്രശ്നങ്ങൾ പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടിയാണെന്ന് മുന്നണി ആരോപിച്ചു. അധികൃതരിൽ നിന്നല്ലാതെ ആദിവാസികൾക്ക് ലഭിക്കുന്ന അടിയന്തര സഹായങ്ങൾ തടയുന്നതിനായാണ് പുതിയ സർക്കുലർ. ആദിവാസി മേഖലകൾ സുതാര്യമാക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. സംസ്ഥാന കൺവീനർ കെ കാർത്തികേയൻ ഉദ്ഘാടനം ചെയ്തു. വടക്കഞ്ചേരി ടൗണിലെ ഗതാഗത പരിഷ്കരണം. വീണ്ടും ട്രാഫിക് റെഗുലേറ്ററി യോഗം ചേർന്നു. കഴിഞ്ഞ 2 മാസമായി ടൗണിൽ വരുത്തിയ പരിഷ്കരണ നടപടികൾ വിലയിരുത്തുന്നതിനും തുടർ നടപടികളിലേക്ക് നീങ്ങുന്നതിനുമായാണ് PP സുമോദ് MLAയുടെ നേതൃത്വത്തിൽ ട്രാഫിക് റെഗുലേറ്ററി യോഗം ചേർന്നത്. കഴിഞ്ഞ ട്രാഫിക് റെഗുലേറ്ററി യോഗത്തിൽ 13ഓളം തീരുമാനങ്ങളാണ് എടുത്തത്. അതിൽ ഒന്നായിരുന്നു വൺ വേ ട്രാഫിക് പരിഷ്കരണം. എന്നാൽ 2 ദിശകളിലേക്കും ഗതാഗതം അനുവദിക്കണമെന്നായിരുന്നു യോഗത്തിൽ ബസ് ഉടമകൾ ആവശ്യപ്പെട്ടത്. ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്നും സെപ്റ്റംബർ 4-നകം എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് ഔദ്യോഗികമായ തീരുമാനമെടുക്കുമെന്നും MLA അറിയിച്ചു. ഭാരതീയ അഭിഭാഷക പരിഷത്ത് കേരളയുടെ നേതൃത്വത്തിൽ പാലക്കാട് സോണിന്റെ ലീഗൽ വർക്ക്ഷോപ്പ് നടന്നു. പാലക്കാട് ബാർ അസോസിയേഷൻ ഹാളിൽ വെച്ചാണ് പരിപാടി നടന്നത്. അധിവക്ത പരിഷത്ത് സോണൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വിളക്കുടി S രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പാലക്കാട് ജില്ലാ BAP പ്രസിഡന്റ് KK സുധീർ അധ്യക്ഷനായി. 3 സെക്ഷനുകളായി നടന്ന പരിപാടിയിൽ ജുവനൽ ജസ്റ്റിസ് ആക്ട് ആൻഡ് പോക്സോ ആക്ട് എന്ന വിഷയത്തിൽ ക്ലാസ് നടന്നു. തുടർന്ന് ലോ ഓഫ് ഡിഫൻസ് വിഷയത്തിൽ നടന്ന ക്ലാസ്സിൽ കഴക്കൂട്ടം നാരായണൻ നായർ നയിച്ചു. തായ്ക്കൊണ്ടോ പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റും ബെൽറ്റും വിതരണം ചെയ്തു. കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്തിലാണ് പരിപാടി നടന്നത്. കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെ 21-22 വർഷത്തെ പ്ലാൻ ഫണ്ട് വിനിയോഗിച്ചാണ് കുടുംബശ്രീ ബാലസഭ കുട്ടികൾക്കായി തായ്ക്കൊണ്ടോ പരിശീലനം നടത്തിയത്. കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റും ബെൽറ്റും വിവിധ വാർഡുകളിലെ ബാലസഭകൾക്കുള്ള സ്പോർട്സ് കിറ്റും കെ ബാബു MLA വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സത്യപാൽ അധ്യക്ഷത വഹിച്ചു. ലൈസൻസ് ഉള്ള വയർമാൻമാരെ കൊണ്ട് മാത്രം വയറിംഗ് ജോലികൾ ചെയ്യിപ്പിക്കണമെന്ന് കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ചിറ്റലഞ്ചേരി യൂണിറ്റ് വാർഷിക സമ്മേളനമാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. അനധികൃത വയറിംഗ് തടയുക, അപകടം ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചു. ചിറ്റലഞ്ചേരി എഴുത്തച്ഛൻ സമാജം ഹാളിൽ നടന്ന പരിപാടി അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം TK പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് S പ്രതീഷ് ബാബു അധ്യക്ഷനായി. ജോയിന്റ് സെക്രട്ടറി മുകുന്ദൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. അക്കാദമിക പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ അനുമോദിച്ചു. മുതലമട ഗ്രാമപഞ്ചായത്തിൽ 73 ലക്ഷം രൂപ ചെലവിൽ വാതക ശ്മശാനം ഒരുങ്ങുന്നു. പഞ്ചായത്തിന് അനുവദിച്ച വാതക ശ്മശാനത്തിന്റെ ശിലാസ്ഥാപനം നടത്തി.
കുറ്റിപ്പാടം തൊട്ടിയത്തറയിലാണ് പുതിയതായി വാതക ശ്മശാനം ഒരുങ്ങുന്നത്. ഇതിനായി ഗ്രാമപഞ്ചായത്ത് 53 ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് 20 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. അസൗകര്യങ്ങൾക്ക് നടുവിൽ പാഴായും കാടായും കിടക്കുന്ന പല ശ്മശാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പുഴയോരത്തെ ഭംഗിയുള്ള അന്തരീക്ഷത്തിലാണ് ശ്മശാനം ഒരുങ്ങുന്നത്. കെ ബാബു MLA വാതക ശ്മശാനത്തിന് തറക്കല്ലിട്ടു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ബേബി സുധ അധ്യക്ഷയായി. സമ്പൂർണ്ണ തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കണമെന്ന ഓൾ കേരള പെയിന്റിംഗ് വെൽഫെയർ അസോസിയേഷൻ കിഴക്കഞ്ചേരിയിൽ തൊഴിൽ അവകാശ സംരക്ഷണ കൺവെൻഷൻ നടന്നു. തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുക, സർക്കാർ ക്ഷേമനിധിയിൽ അംഗത്വം നിർബന്ധമാക്കുക, എല്ലാവർക്കും മാന്യമായ ഏകീകൃത കൂലി സമ്പ്രദായം നടപ്പിലാക്കുക, വൻകിട പെയിന്റിംഗ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള അനധികൃത വില വർധനവ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും കൺവെൻഷൻ ഉന്നയിച്ചു. കിഴക്കഞ്ചേരി AM-LP സ്കൂളിൽ നടന്ന പരിപാടിയിൽ അസോസിയേഷൻ കിഴക്കഞ്ചേരി മടാഴി പഞ്ചായത്ത് യൂണിറ്റും രൂപീകരിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജൈനേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് കൃഷ്ണകുമാർ അധ്യക്ഷനായി. വണ്ടാഴി മണ്ഡലം കോൺഗ്രസ് പ്രവർത്തക കൺവെൻഷൻ നടത്തി. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ പദയാത്രയുടെ ഭാഗമായാണ് കൺവെൻഷൻ നടന്നത്. 12 സംസ്ഥാനങ്ങളിലൂടെ 2 കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലൂടെ 150 ദിവസം നടന്ന ഇന്ത്യയുടെ ഹൃദയം കവരാനാണ് ഭാരത് ജോഡോ പദയാത്ര കൊണ്ട് കോൺഗ്രസ് ശ്രമിക്കുന്നത്. രാജ്യത്തെ ഒന്നിപ്പിക്കാൻ ഒറ്റക്കെട്ടായി നീങ്ങാമെന്നതാണ് യാത്രയുടെ മുദ്രാവാക്യം. സാമൂഹ്യം, രാഷ്ട്രീയം, സാമ്പത്തികം എന്നിങ്ങനെ രാജ്യം നേരിടുന്ന 3 പ്രധാന കാര്യങ്ങളെയാണ് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. പദയാത്ര വിജയിപ്പിക്കാൻ വണ്ടാഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചു. DCC ജനറൽ സെക്രട്ടറി KG എൽദോ ഉദ്ഘാടനം ചെയ്തു. കൊല്ലങ്കോട് ഹിദായത്തുൽ ഇസ്ലാം മദ്രസയിലെ സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം നടത്തി. കമ്പ്യൂട്ടർ വൽക്കരിച്ച പള്ളി കമ്മിറ്റി ഓഫീസും തുറന്നു. ചിക്കണാമ്പാറ അഹ്ലു സുന്നത്ത് വൽജുമഅത്തിന്റെ നേതൃത്വത്തിലാണ് നവീകരണ പ്രവർത്തനം പൂർത്തീകരിച്ചത്. കേരള സ്റ്റേറ്റ് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് പരിഷ്കരിച്ച നടപ്പിൽ വരുത്തിയ മദ്രസ പാഠ്യപദ്ധതിയുടെ ഭാഗമായാണ് നവീകരണം നടത്തിയത്. പ്രസിഡന്റ് K സത്യപാൽ ഉദ്ഘാടനം ചെയ്തു. കമ്മിറ്റി പ്രസിഡന്റ് V ശാന്തമുത്ത് അധ്യക്ഷനായി. പാലക്കാട് നെഹ്റു യുവകേന്ദ്രയുടെ നേതൃത്വത്തിൽ നെമ്മാറ ബ്ലോക്ക് തല യൂത്ത് ക്ലബ് ഡെവലപ്മെന്റ് പ്രോഗ്രാം നടത്തി. പലശ്ശേരിയിലാണ് പരിപാടി നടന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C ലീലാമണി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ക്ലബ്ബുകളിൽ യുവാക്കളുടെ പ്രാധാന്യം ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഘടകമാണെന്നും ലഹരി വിമുക്ത യുവകത്വ ഭാരതം വാർത്തെടുക്കാൻ ഓരോ യുവാക്കളും പ്രവർത്തിക്കണമെന്നും C ലീലാമണി പറഞ്ഞു. V കനകദാസ് അധ്യക്ഷനായി. ഹോക്കി മാന്ത്രികൻ ധ്യാൻ ചന്ദിന്റെ ഓർമ്മയിൽ രാജ്യം. ഇന്ന് ദേശീയ കായിക ദിനം. ഒരു ഹോക്കി സ്റ്റിക്ക് കൊണ്ട് രാജ്യത്തിന്റെ യശസ് ഉയർത്തിയ ധ്യാൻ ചന്ദിന്റെ ജന്മദിനത്തിനാണ് ദേശീയ കായിക ദിനാചരണം. തുടർച്ചയായി 3 തവണ ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യക്ക് സ്വർണം നേടിത്തന്ന അതുല്യ പ്രതിഭയാണ് ധ്യാൻ ചന്ദ്. ആ കാലഘട്ടം ഇന്ത്യൻ ഹോക്കിയുടെ സുവർണ കാലഘട്ടമായി കണക്കാക്കുന്നു. കൂലിപ്പട്ടാളക്കാരനായി ബ്രിട്ടീഷ് പട്ടാളത്തിൽ ജോലി ചെയ്ത അദ്ദേഹത്തിന് ഇന്ത്യൻ സർക്കാർ സ്വാതന്ത്ര്യാനന്തരം പട്ടാളത്തിൽ മേജർ പദവി നൽകി. 1956 പത്മഭൂഷൺ നൽകി ആദരിക്കുകയും ചെയ്തു. കോവിഡ് മഹാമാരി മൂലമുണ്ടായ ഇടവേളയ്ക്ക് ശേഷം കായിക മൈതാനങ്ങൾ പതിയെ ഉണർന്നു വരുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തവണ കായിക ദിനം. ചിറ്റൂർ ഗവൺമെന്റ് കോളേജിൽ 2018 വരെ പ്രവേശന സമയത്ത് അസൽ +2 സർട്ടിഫിക്കറ്റ് ലിസ്റ്റുകൾ നൽകിയ കോഴ്സ് കഴിഞ്ഞിട്ടും തിരികെ വാങ്ങിക്കാത്തവർ തിരിച്ചറിയൽ രേഖകൾ സഹിതം കോളേജ് ഓഫീസിൽ നേരിട്ട് വന്ന് സർട്ടിഫിക്കറ്റ് കൈപ്പற்றണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. മേലാർക്കോട് പഞ്ചായത്ത് ഓണാഘോഷവും കുടുംബസംഘവും മേലാർക്കോട് കല്ലമ്പാടി UP സ്കൂളിൽ വെച്ച് നടന്നു. A സ്വാമിനാഥൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ A ജ്യോതികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അനിൽകുമാർ സ്വാഗതവും മഹേന്ദർ നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ നടന്നു. പാലക്കാട് തൃശൂർ ദേശീയപാതയിൽ വാഹനാപകടം. ആലത്തൂർ വാനൂർ ജംഗ്ഷനിൽ നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞു. തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയാണ് സംഭവം. വടക്കഞ്ചേരി ഭാഗത്തു നിന്നും ആലത്തൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് എതിർ ട്രാക്കിലേക്ക് തലകീഴായി മറിയുകയായിരുന്നു. ഒരു കുട്ടി ഉൾപ്പെടെ 5 പേരാണ് കാറിലുണ്ടായിരുന്നത്. പരിക്കേറ്റവരെ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പരിസരത്തുണ്ടായിരുന്നവരും മറ്റു ജീവനക്കാരും ചേർന്നാണ് അപകടത്തിൽപ്പെട്ടവരെ കാറിൽ നിന്നും പുറത്തേക്കെടുത്ത് ആശുപത്രിയിലെത്തിച്ചത്. ഇതോടുകൂടി ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.